സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ടിസ്റ്റ് കാര്യം വരുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടിസ്റ്റ് ആയിരുന്നു. ഓരോ സീൻ കാണും തോറും വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാവും ഇങ്ങനെ ആവുന്നു. പക്ഷേ ക്ലൈമാക്സ് കിട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ക്ലൈമാക്സിലെ ടിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ഇനി ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു സൂപ്പർ ക്ലൈമാക്സിലും കൊണ്ടൊരു നല്ലൊരു പഞ്ചിങ്ങോടെ നിർത്തുന്നതുകൊണ്ട് മൊത്തത്തിൽ പിന്നെ സൂപ്പറായിരിക്കുന്നു. സൈലന്റ് സിനിമ. ഒരു ഡിറ്റക്റ്റീവ് വേഷത്തിലാണ് മമ്മൂക്ക് വന്നിരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു. സിനിമ കുറച്ച് ലെങ്തിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ടിസ്റ്റ് കാര്യം വരുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഗൗതം വാസുദേവൻ പറഞ്ഞതുപോലെ മമ്മൂക്ക ഇതിപ്പോൾ ഈ പടം അടിപൊളിയാണെങ്കിൽ സെക്കൻഡ് പാർട്ടും വന്നാൽ കൊള്ളായിരിക്കും. ക്വാളിറ്റി ഉള്ളൊരു ഫിലിമാണ്. നമ്മൾ മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി ഈ പടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും അധികം ഹൈപ്പൊന്നും ഇല്ലാണ്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവിയാണ്. പിന്നെ വെറൈറ്റി ഒരു സബ്ജക്റ്റാണ്. ലാസ്റ്റ് ആ ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല മൂവിയാണ്. എന്താവും എന്നൊരു ആവേശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോ സീൻ കാണും തോറും വീണ്ടും നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാവും ഇങ്ങനെ ആവുന്നു. പക്ഷേ ക്ലൈമാക്സ് കിട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാരെ ക്യാരക്ടർ മമ്മൂട്ടി കമ്പനിയിൽ കിട്ടിലാട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ ഇങ്ങനെ എടുക്കുന്നതാരും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് തമിഴ്കാരെല്ലാം എടുത്തിട്ടുള്ളത്. പക്ഷേ ചെയ്തിട്ടുള്ള ത്രില്ലിങ് അടിപൊളി ഫാമിലി കൺഫേമാണ്. ഫാമിലിയാണ് പടം പിടിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം. മമ്മൂട്ടി കമ്പനി എല്ലാവർക്കും അറിയാം, ഒരു ബ്രാൻഡാണ്. എല്ലാം നല്ല വ്യത്യസ്തമായ പരീക്ഷണ ചിത്രങ്ങളാണ്. അതെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ സാധനം വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇതിലെ ക്ലൈമാക്സിലെ ടിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ഇനി ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റായിരിക്കും. ഓക്കെ, പിന്നെ നായിക എടുത്ത് പറയണം, നല്ല പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്ക. പിന്നെ ഗോകുൽ സുരേഷ് മമ്മൂക്കായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര രസം തോന്നും. ഓക്കെ, ഡൊമിനിക്ക് ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ, ഒന്നും പറയാനില്ല. ഗംഭീര ചിത്രം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തിറങ്ങിയ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വയലൻസ് ഇതൊക്കെ ഒരു നിറഞ്ഞൊരു ചിത്രമാണ്. എന്നുവെച്ചാൽ ഫാമിലി ആയിട്ടൊന്നും വലുതായിട്ട് പോയി കാണാൻ പഠിച്ച കുറേ പടങ്ങളാണ് ഇപ്പോൾ അടുത്തിറങ്ങി. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ, അതായത് ഗൗതം മേനോൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ചിത്രമാണ്. എന്നതിലുപരി മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിൻ്റെ 6ാമത്തെ ചിത്രമാണ്. അപ്പോൾ പുള്ളിയുടെ ഈ മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിൻ്റെ പിന്നെ മറ്റുള്ള ചിത്രങ്ങൾ നോക്കിയാലേ അറിയാം, എല്ലാം തികച്ചും വ്യത്യസ്തമായ പിന്നെ തീമുകളാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുകയാണ്. അതായത് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ബോറായിട്ട് തോന്നുന്നില്ല. പടം നല്ല ക്ലൈമാക്സിലും കൊണ്ടൊരു നല്ലൊരു പഞ്ചിങ്ങോടെ നിർത്തുന്നതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു ഫീൽ ഗുഡ് ചിത്രമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാം. ക്രൈം ത്രില്ലർ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. മൊത്തത്തിലൊരു ഫുൾ ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് പടം തന്നെയാണ്. അതെയാണ് തികച്ച് പുള്ളിയുടെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ തന്നെ പുള്ളി പറഞ്ഞു. പുള്ളി ചോദിച്ചു, പിന്നെ വേറെ ആ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന വ്യക്തി ചോദിച്ച് അടുത്ത് ഇനി ആരെ വെച്ച് ചെയ്യണമെന്നുള്ള പറഞ്ഞു വീണ്ടും മമ്മൂക്കായ വെച്ച് തന്നെ 10 ചിത്രങ്ങൾ ഇനിയും ചെയ്യണമെന്നുള്ള ഇത് അതിൽ സാധനം ഇതിലുണ്ട്. പടത്തിൽ ഒരു കണ്ടൻറ്റ് ഇതിലുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ ഒരു 2ാം ഭാഗം ഇറക്കാനുള്ള ഒരു ഇതുമുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ചിത്രം തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒന്നടക്കം ഇരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്.